എന്ന് പറഞ്ഞാൽ നാട്ടിൽ യാത്ര ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ യാത്രയിൽ ഉറങ്ങേ. യാത്രയിൽ കുറച്ച് ഉറക്കൊക്കെ കുറയില്ലേ? അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? കുറച്ച് ഉറക്കൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ? ഇയാളെന്തോ ഉറക്കായത് അത്രേ പറഞ്ഞുള്ളേ എന്നല്ലാതെ ഉറങ്ങുമ്പോനെ വായ കണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ഭയങ്കര ഉറക്കനാണല്ലോ എന്ന് പറഞ്ഞു. ഇന്ന ഹാദാ ലനഊം, നായിമൊന്നുമല്ല, ഒരു ഫഊൽ. ഇന്ന നഊം, ഭയങ്കര ഉറക്കനാണല്ലോ. കൂട്ടത്തിലൊക്കെ അങ്ങനെ ഉറക്കന്മാരുണ്ടാവോ അല്ലേ? നല്ല ഉറങ്ങണ കുട്ടികളുണ്ടാ? ആ ഉണ്ട്. അപ്പൊ സുബൈക്കൊക്കെ ഉരുട്ടി വിളിക്കേണ്ടി വരും അല്ലേ എണീക്കാൻ? ചിലൊന്നും ഉറങ്ങിയാ അറിയില്ല. കട്ടിൽമെന്നൊക്കെ വീണിട്ട് കയ്യും കാലും മുറിയുന്ന ആൾക്കാരുണ്ട്. ഉറക്കത്തില് അറിയില്ല, അങ്ങനെ ഉരുണ്ടു മറിഞ്ഞു വീഴാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഹാദാ ലനഊം, ചില റിവായത്തിൽ ഇന്ന ഹാദാ ലയുവാഇമു നൗമ ബൈതികും, വീട്ടിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്ന ആളാണല്ലോ. ആരെ പറ്റി പറഞ്ഞു? ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഒന്നും അല്ല പറഞ്ഞത് കൂടുള്ള ഒരു ഖാദിമിനെ കുറിച്ച്, ഒരു സെർവന്റ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചു. അയാൾ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഷാർജ ഷെയ്ഖിനെ കേട്ടിട്ടില്ല നിങ്ങള്? ഷെയ്ഖ് സുൽത്താൻ സാഹിബ് സുമു, അദ്ദേഹം വലിയൊരു മഹാനാണ്. നമ്മള് ഷാർജ ഷെയ്ഖിനെ ജ്യൂസാ കുടിക്കുക. ആഹാരിട്ട പേരാണ് ആ റബ്ബേ. ഷാർജയുടെ ഭരണാധികാരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടെ 40 കൊല്ലമായി ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എനിക്ക് പരിചയമുള്ള ആൾ. നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം പറയാണ്, ഷെയ്ഖ് അവറുകളുടെ പാലസ്, ഷാർജക്കാർക്ക് അറിയാം, നമ്മുടെ എയർപോർട്ടിന്റെ ബാക്കിൽ. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും സുബഹിക്ക് മുമ്പ്. അപ്പോഴൊക്കെ ചെറിയൊരു കട്ടൻ ചായ, ഒരു ചൂടുള്ള എന്തെങ്കിലും വേണം. പാലസാണ്, അദ്ദേഹം ഒരു റൂളറാണ്, ഒക്കെയാണ്. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, പാലസിന്റെ ഉള്ളിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ കിച്ചണിൽ ഒന്ന് കയറും. അപ്പൊ നോക്കുമ്പോ ചില സമയങ്ങളിൽ ഈ ചായക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല, ഓരോ ഉറങ്ങിയിരിക്കും. ഷെയ്ഖ് വിളിക്കൂല. അദ്ദേഹം സ്വയം കെറ്റിലൊക്കെ ഓണാക്കി ടീ ബാഗൊക്കെ ഇട്ട് മൂപ്പരനെ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പള്ളിയിൽ പോകും. എന്നിട്ട് നിസ്കരിക്കും, എന്നിട്ട് ആ വാങ്ങ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ആബിദായ ഒരു മഹാനാണ് ഷാർജയുടെ ഭരണാധികാരി. വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇവർക്ക് വിളിച്ചൂടെ? ഓലെ വിസ പുതുക്കൂല എന്നെങ്കിലും പറഞ്ഞുകൂടെ? അടുത്ത വരവിലെങ്കിലും. പക്ഷെ ഇവർക്ക് വിസ പുതുക്കി കൊടുക്കും. അവരോട് ചോദിക്കുക പോലുമില്ല, നിങ്ങൾ എന്ത് എണീക്കാഞ്ഞത്, ഇന്ന് ഞാൻ ഒറ്റക്കാണല്ലോ ചായ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും അദ്ദേഹം പറയൂല. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. ഒരു രേഖ എഴുതി വെക്കാതെ മുർത്തജിലായിട്ട് നല്ല ക്ലാസിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയുന്ന പണ്ഡിതനാണ്, ഒക്കെയാണ്. അല്ലാഹുമ്മ യുകസ്സിർ അംസാല. അത്തരം ഭരണാധികാരികളെ അള്ളാഹു ഒരുപാട് ഈ ഉമ്മത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം വിളിച്ചോണ്ടെത്തൂല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് എന്നവരും യാത്രയിലല്ലേ. എഴുന്നേൽക്കെന്ന് പറഞ്ഞു, വിളിച്ചു. എഴുന്നേറ്റു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോ. നബി തങ്ങളപ്പോ വേറെ ടെന്റിലുണ്ട്. ഇദ്ഹബ് ഇലാ റസൂലില്ലാഹി ഫഅഖ്രിഉഹു മിന്നസ്സലാം. അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയണം, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നബിയെ നിങ്ങളോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയണം, ഇന്ന അബൂബക്കറിൻ വ ഉമർ യസ്തഅദിമാനിക്. നബിയെ, രാവിലത്തെ ഭക്ഷണത്തിന് എന്തെങ്കിലും അങ്ങയുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ? റൊട്ടിയിലേക്ക് തൊട്ടുകൂട്ടാൻ വല്ല കറിയുണ്ടോ? കറി എന്ന് ഉദ്ദേശിച്ച് നമ്മളെ കറിയല്ല കേട്ടോ. അവര് ഒലീവ് ഓയിലോ അങ്ങനെ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യസ്തഅദിമാനിക്. ശരിക്കും കേൾക്കണേ, ഇനിയാണ് സംഭവം. നമ്മൾ വെച്ചപ്പോ എന്തിപ്പോ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ. വാട്സപ്പിലൊക്കെ ഓരോന്ന് എഴുതി വിടുമ്പോഴേ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ കയറി ഇങ്ങനെ ഭയങ്കര തിമർത്താടൂലേ. ചില ആളുകളൊക്കെ വേദനിപ്പിക്കൂലേ, ചില ആളുകളൊക്കെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു പോകൂലേ. എന്നിട്ടാ ഇപ്പഴാ സമാധാനമായത്. സമാധാനം ഇതോടുകൂടെ കെടും. ഞാൻ ഇപ്പൊ അതാ പറയാൻ പോണത്, എന്താണ് സംഭവം.
എത്ര ഗൗരവമാണ് വാക്കുകളുടെ വിഷയം എന്നത്. اذهب إلى رسول الله صلى الله عليه وسلم فاقرئه منا السلام وقل له إن أبا بكر وعمر يستأذنانك. അങ്ങയോട് കഴിക്കാൻ വല്ല ഭക്ഷണവുമുണ്ടോ നബിയെ എന്ന് ചോദിക്കുന്നു. കാരണം നബി തങ്ങളുടെ ടെന്റിലേക്ക് ആരെങ്കിലും നബി തങ്ങൾക്ക് ഹദിയ കൊണ്ടു കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അവിടെ ഇച്ചിരി ഭക്ഷണം ലെഫ്റ്റ് ഓവർ ഉണ്ടാവും, അത് കിട്ടിയാലും മതിയല്ലോ. അപ്പൊ തങ്ങളുടെ അടുത്ത് ഭക്ഷണം ഉണ്ടോ? മുദരിസ്മാരെ ഭക്ഷണമൊക്കെ ബാക്കി കിട്ടാൻ വേണ്ടി മുത്തല്ലിമീങ്ങൾ അടിപിടിയൊക്കെ കൂടും. ചിലപ്പോ ഉസ്താദിന്റെ ബാക്കി കിട്ടാൻ വല്ല ഒപ്പുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലേ? നാർലുദിലൊക്കെ ഉണ്ടായിരുന്നാല് ഉസ്താദ്മാർ എണീറ്റ ആ സുപ്രയ്ക്ക് ചാടലേ എന്തെങ്കിലും ഒരു പപ്പടൊക്കെ ഉണ്ടാവും ചിലപ്പോ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ഉസ്താദ്മാരൊക്കെ പേടിച്ചിട്ട് വേഗം എണീക്കും. ഇതെല്ലാരും കൂടെ അറ്റാക്ക് ചെയ്താൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉസ്താദ്മാരെ കറിയിൽ ഇച്ചിരി തേങ്ങ അരച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു മേമാലിക്കറി എന്ന കറിന്റെ പേരെന്നെ പച്ചക്കറി ആയിരുന്നു. പരിപ്പും അതിൽ വേവാത്ത കുറെ പച്ചക്കറി, അത് ഉണ്ടാക്കണ തബ്ബാഹിന്റെ പേരിലാണ് അത് അറിയപ്പെട്ടത്. അതിനുവേണ്ടി കുറെ ത്യാഗങ്ങളൊക്കെ ഉണ്ടായൊരു കാലമുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് ഒന്നുമില്ല, ഭയങ്കര ലാവിഷായിട്ടുള്ള ഫുഡാ, ഓവർ ഫുഡാ ഇപ്പൊ, അല്ലേ? രാവിലെ ഫുഡ് വെച്ച് നമുക്ക് പൊറോട്ടക്ക് കറി തന്നെ ഇല്ല, പൊറോട്ട തന്നെ വേവൂല. പിന്നെ ആ പൊറോട്ടക്ക് ചായ ഒഴിച്ചിട്ട് അതിലുണ്ടെന്ന് കിളുമ്പിയിട്ടുണ്ടെന്ന് പെരുക്കത്തിലാക്കാൻ, തിന്നാൻ പറ്റുന്ന കോലത്തിൽ വേവിക്കാൻ ചായ ഒഴിച്ചിട്ട് എന്നിട്ട് അതിനെ കുടിക്കും. അതായിരുന്നു അന്നത്തെ കാലം. ഇപ്പൊക്കെ ഭയങ്കര ഉഷാറാട്ടോ. അങ്ങനെ ഓരോ ദിവസം ഓരോ കറി മെനു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. നമ്മളെ കാലത്തൊന്നും മെനു ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അതിപ്പോ അങ്ങനെ നമ്മൾ ഉസ്താദ്മാർ പറയും ഞങ്ങളൊക്കെ മുതര എന്നിട്ട് ജീവിച്ചിരുന്നത് ഇല്ല ഉസ്താദേ, കടലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, ബാക്കിയാത്തിലൊക്കെ അതായിരുന്നു. അപ്പൊ അവരുടെ കാലം നമ്മളെക്കാട് കഷ്ടമാണ്. ഓരോ കാലം വരുമ്പോഴും ദുന്യാവ് ഹൈറായി കൊടുക്കുന്നുണ്ട്, മറ്റേ സൈഡും കൂടെ ഹൈറായി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലേ? അള്ളാഹു ചില ജനറേഷന് ചില കൂടുതൽ കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പോ ഹബീബായ നബി തങ്ങളുടെ അടുത്ത് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തങ്ങളുടെ അടുത്ത് വല്ലതും ബാക്കിയുണ്ട് നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്ന് ഈ വേലക്കാരൻ നബി തങ്ങളോട് സിദ്ദീഖ് എന്നവരുടെയും ഉമർ എന്നവരുടെയും സലാം അറിയിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം ഖദ് ഇഖ്തദംതുമാ. സിദ്ദീഖ് എന്നവരോട് പോയി പറയണേ, ഉമർ എന്നവരോടും, നിങ്ങളിപ്പോ ഓൾറെഡി ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് ഭക്ഷണത്തിന് അവിടെ സ്ഥലമുണ്ടോ, ഇനി നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചോളൂ. വേലക്കാരനോട് പറയണേ. സിദ്ദീഖ് എന്നവരോട് ഉമർ എന്നോട് ഭക്ഷണം ഇപ്പൊ കഴിച്ചല്ലോ, ഇനി എന്ത് ഭക്ഷണം എന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് എന്നവരും കേട്ടിട്ട് പേടിച്ചു പോയി. പടച്ചോനെ, എന്താ തങ്ങൾ ഉദ്ദേശിച്ചത് റബ്ബേ, ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അവര് ഓടി വന്നു ഹബീബിന്റെ അരികത്തേക്ക്. രണ്ടുപേരും നന്നായി പേടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരും ഇറങ്ങി ഓടി ഹബീബിന്റെ ഹളറത്തിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായവരെ, ഞങ്ങളുടെ വേലക്കാരനെ അങ്ങയുടെ ഹദറത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളുടെ സലാം പറഞ്ഞറിയിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോഴ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്നല്ലേ നബിയെ നിങ്ങൾ മറുപടി പറഞ്ഞത്? അതെന്താണ് നബിയെ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആ ഇദാമ് കഴിച്ചല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ കഴിച്ചു, നിങ്ങൾ കഴിച്ചു. നിങ്ങളുടെ മുൻപല്ലുകളുടെ ഇടയിൽ ആ മനുഷ്യന്റെ മാംസം ഞാൻ കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിഷയം? ഇവനൊരു ഒർക്കനാണല്ലോ എന്ന് പറഞ്ഞതാ വിഷയം. അത് അള്ളാഹുവിന്റെ ഹബീബിന് വഹി വന്നു, നബിയെ അങ്ങയുടെ സ്വഹാബിമാർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, അത് ഗീബത്താണ്. ആ മനുഷ്യനത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ മഹാനായ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും പറഞ്ഞു, ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഇനി പറയാ, മുസ്ലിമീങ്ങളായ ആളുകൾ യൂട്യൂബിൽ കയറിയിട്ടും ഫേസ്ബുക്കിലും അല്ലാത്ത സോഷ്യൽ മീഡിയയിലും
തൊപ്പി വെച്ചിട്ടും അല്ലാതെയും മുസ്ലിം ഐഡന്റിറ്റിയിലും മോശമായ തെറികൾ എഴുതി വിടുകയും പണ്ഡിതന്മാരെ കളിയാക്കുകയും അത്തരം മോശപ്പെട്ട ഇമോജികൾ വെച്ച് സർക്കാസ്റ്റിക്കലി കളിയാക്കി പരിഹസിച്ച് തിമർത്താടുന്ന നമ്മുടെ ഫേസ്ബുക്ക് ഉലമാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുക? നിങ്ങൾ ഈ ചെയ്യുന്നത് ചെറുതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മനുഷ്യനെ തിരുത്തണമെങ്കിൽ നേരിട്ടല്ലേ പറയാ? ഫേസ്ബുക്കിലെ പറയാ? നേരിട്ട് പറയാൻ കഴിയില്ലേ? ഒരാൾ നമ്പർ കിട്ടാൻ വല്ല പണിയുണ്ടോ? എന്നിട്ട് കളിയാക്കി ചിരിക്കാം. ആ പരിഹാസം നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ഉസ്താദുമാരെ, നിങ്ങളുടെ പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളായ സാധാരണക്കാരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഈ പാപഭാരം നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതും ഇതേ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ട് ഈ ലോകമഹാജനങ്ങളെ മുഴുവനും അറിയിച്ച് പൊരുത്തപ്പെടിച്ചെങ്കിലേ അള്ളാഹു ഇത് പൊരുത്തപ്പെടുള്ളൂ. നിങ്ങൾ ചെയ്തത് ഒരാളോടല്ലല്ലോ പറഞ്ഞത്, ഇത് പോസ്റ്റ് ചെയ്യല്ലേ? എന്നിട്ട് ഫേസ്ബുക്ക് ലൈവ്, എന്നിട്ട് ഇങ്ങനെ കളിയാക്കിയുള്ള വാക്കുകൾ, ഇതൊന്നും ചെറുതല്ലോ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് അല്ലേ? നല്ല ലൈക്കും കുറെ ഷെയറും ഒക്കെ പോയ ഞങ്ങൾക്ക് വയറ് നിറയും അല്ലേ? ഇവനൊരു ഉറക്കനാണല്ലോ എന്ന് സ്വന്തം വേലക്കാരനെ പറ്റി അവർ ഉറങ്ങിയപ്പോ അത് യാത്രയിൽ ഉമറന്നവരും സിദ്ദീഖ് എന്നവരും പറഞ്ഞു പോയതിനെയാണ്, ആ മനുഷ്യന്റെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിലുണ്ട്, ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണോ, ഭക്ഷണം ഇനി വേണോ? നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ അതിന്റെ മാംസം കാണുന്നുണ്ടല്ലോ, ഈ പാവം മനുഷ്യനെ നിങ്ങൾ തിന്നില്ലേ? അവരത്ഭുതപ്പെട്ടു പോയി. നബിയെ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ, അല്ലാഹുവിനോട് ചോദിക്കണേ, ഞങ്ങൾക്ക് മാപ്പു തരാൻ അല്ലാഹുവിനോട് ചോദിക്കണേ. ബൽ ഇയ്യാഹു ഫൽയഗ്ഫിർ ലകുമാ. ശരിക്ക് കേട്ടോളി, ഈ ഫേസ്ബുക്കിലൊക്കെ തെറി എഴുതി വിടുന്ന ആൾക്കാർ ശരിക്ക് കേട്ടോളി. കമന്റുകൾ യൂട്യൂബിലാവട്ടെ എല്ലാത്തിടത്താവട്ടെ, നമ്മളിത് അള്ളാഹിനെ പേടിച്ചിട്ടാ ചെയ്യാത്തത്. അല്ല ഈ മറുപടിക്ക് മറുപടിയും അതിന് പിന്നെയും മറുപടിയും ഒന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. പിന്നെ ഇതിൽ അഹങ്കാരം വരും, പിന്നെ ഒരു അസൂയ വരും, പിന്നെ ഒരാളോട് വിദ്വേഷം വരും. അതൊന്നും നമുക്ക് പാടില്ലാത്തത് കൊണ്ടാണ്. അത് വീക്ക്നെസ് ആണ് എന്നല്ല വിചാരിക്കേണ്ടത്. തലക്ക് വെളിയുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന അബദ്ധം ഇത് തെറ്റാണ്, ഞാൻ തിരുത്തണമെന്നെങ്കിലും മിനിമം ഒരാൾ മനസ്സിലാക്കണ്ടേ? അവര് സുന്നത്ത് ജമാഅത്തിന് വാദിക്കുന്ന ആൾക്കാരാണ് അത്രേ. അവർ സമസ്തയുടെ ആളുകളാണ്. ബാക്കി ദുന്യാവിൽ ആർക്കും സമസ്ത അല്ല, അവർക്ക് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടോളി, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നബി തങ്ങളുടെ മറുപടി വരുന്നത്, സിദ്ദീഖേ, അത് മാപ്പ് തരേണ്ടത് ഞാനല്ല, നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത് ഞാനല്ല. ബൽ ഇയ്യാഹു ഫൽയഗ്ഫിർ ലകുമാ. ആ വേലക്കാരൻ നിങ്ങൾക്ക് മാപ്പ് തരണം, എന്നാലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയുള്ളൂ. ആ വേലക്കാരൻ പുറത്തു തരണം. എന്താ നിങ്ങൾ പറഞ്ഞത്? എടാ പോടാന്നൊന്നും അയാളെ വിളിച്ചിട്ടില്ല. ഇവനൊരു ഉറക്കനാണല്ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു വാക്കിന് ഇത്ര ഗൗരവമുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്കാസ്റ്റിക്കലി പരിഹാസ്യമായിട്ട് പറയുന്ന ഈ വാക്കുകളൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇത് നാലാളെ ലൈക്ക് കിട്ടിയ വല്ല സംഭവമാണ്? അള്ളാഹു ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പടപ്പുകളുടെ ഒന്നും നോക്കണ്ട. പടപ്പുകൾ നിങ്ങളെ ലൈക്കും ഷെയറും ചെയ്ത് നരകത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സംഭവിക്കാലോ. നിങ്ങളെ മൂപ്പിച്ചിട്ടേ നീ ചെയ്തോ നിന്റെ പിന്നാലെ ഞങ്ങളൊക്കെ ഉണ്ട്. പിശാച് അങ്ങനെ പറയാ. പരലോകത്തെത്തും ആരുണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, കുട്ടികളിയല്ല, ദീനും ഇൽമും അമലും നഷ്ടപ്പെടുന്ന ഒരു പണിയിലേക്ക് ചെന്നു പോകരുത്. ഇതൊക്കെ അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ് സോഷ്യൽ മീഡിയ. മേക്ക് യൂസ് ഓഫ് ഇറ്റ്, ഡോണ്ട് മിസ്യൂസ്. സ്വന്തം സഹോദരന്റെ കണ്ണിൽ കിടക്കുന്ന കൺപീളയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒന്നോ ഒരു മോശപ്പെട്ടതോ കണ്ണിൽ കാണുന്നുണ്ട് വേറെ ഒരാളുടെ. തന്റെ കണ്ണിൽ കിടക്കുന്ന ഒരു ഈത്തപ്പനയുടെ തടിയുണ്ട്, അതവൻ കാണുന്നില്ല. മറ്റോന്റെ കണ്ണിലുള്ള ചെറിയൊരു കാര്യം കാണുന്നുണ്ട്.
പക്ഷെ ഇവന്റെ കണ്ണിൽ കിടക്കുന്ന എ ട്രങ്ക് ഓഫ് ട്രീ ഇവന് കാണാൻ പറ്റണില്ല. ഇത് വലിയ അത്ഭുതല്ലേ? വലിന്നാസി അഅ്യുനൂ, ജനങ്ങൾക്കും കണ്ണുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരു പൊതുവായ ഖാഇദ ഞാൻ പറയട്ടെ, ഒരു പൊതുവായ നിയമം പറയട്ടെ. നമ്മളൊക്കെ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയ കാര്യങ്ങളാണ്. കുറച്ചു കാലം ഞാൻ ഇതൊക്കെ ഇട്ടുപോയി വേറെ പലതും വരുവേ, അപ്പൊ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. പക്ഷെ പറയാൻ എനി സോഷ്യൽ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, നമ്മൾ അതിന്റെ മേൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം പറയാം, ആശയത്തെ, ചിന്താധാരയെ, വ്യൂ പോയിന്റുകളെ നമുക്ക് നിരൂപണം ചെയ്യാം. പക്ഷെ ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും പേരെടുത്ത് പറഞ്ഞ് വേദനിപ്പിക്കരുത്, ഒരാളുടെയും പേരോ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, അപമാനിക്കരുത്. ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല. എല്ലാരും ചെയ്ത് നമ്മളൊക്കെ ഡെയിലി ഇത് കാണുന്ന ആൾക്കാരാണ്. ഇഷ്ടം പോലെ എന്ത് ചെയ്യും, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഉസ്താദിന്റെ ഫോട്ടോ മറ്റോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ നടക്കും. എനിക്കിപ്പോ ശീലമായിക്കണം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർക്കൊക്കെ വലിയ വേദന ഉണ്ടാവും. അവരൊക്കെ പാവങ്ങളാണ്, അവരൊക്കെ കളിക്കുന്ന തീക്കളിയാണ്. ആരെയും വിമർശിക്കല്ലേ. വ്യക്തികളെയല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആശയങ്ങളെയാണ്. നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ചിന്തകളെയാണ്, ആരെയല്ല. ആരെയും പേരെടുത്ത് പറയണ്ട, ആരെയും പേരെടുത്ത് വേദനിപ്പിക്കും വേണ്ട, നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഇത് ചെയ്ത് ജീവിക്കുന്ന യൂട്യൂബർമാരുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു ക്യാപ്ഷനും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഫോട്ടോ വെച്ചാൽ ചിലപ്പോൾ ഇത്ര ആളുകൾ നോക്കിയേക്കാം, അപ്പൊ കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടിയേക്കാം, അപ്പൊ കുറച്ച് വ്യൂവേഴ്സ് കൂടും, ആ ഹറാമിന്റെ മുതൽ തിന്നണം, അകത്താക്കണം എന്ന് ചിന്തിക്കുന്ന വളവന്മാരുണ്ട്. അവരതൊക്കെ ചെയ്തോട്ടെ, അത് അവരും പടച്ചോനായിക്കോട്ടെ. നമ്മൾ മുസ്ലിമീങ്ങൾ ഇത് ചെയ്യരുതേ, ദയവ് ചെയ്ത്. നിങ്ങൾക്കൊരു നല്ല കാര്യം എഴുതാനില്ലേ, ബി ക്വയറ്റ്, മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കല്ല. ഇത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ചാരിറ്റിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ കാലഘട്ടം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി കലിമ ചൊല്ലി അല്ലാഹുവിലേക്ക് യാത്രയാവാനുള്ള ഒരു തൗഫീഖ് റബ്ബ് നമുക്കൊക്കെ നൽകട്ടെ.